ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുരേഷ്. പ്രധാന വാർത്തകൾ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പത്രിക പിൻവലിക്കാനുള്ള സമയം ഇന്ന് അവസാനിക്കും. നാളെ മുതൽ പരസ്യപ്രചാരണം. ഗെയിൽ പൈപ്പ് വഴി മംഗളൂരുവിലേക്ക് പ്രകൃതിവാതകം കടത്തിവിട്ടു തുടങ്ങി. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യാൻ പ്രധാനമന്ത്രി നാളെ മുഖ്യമന്ത്രിമാരുടെ യോഗം വിളിക്കും. സംസ്ഥാനത്ത് കോവിഡ് സ്ഥിരീകരണ നിരക്ക് 10.94% താഴ്ന്നു. 68,856 പേർ ചികിത്സയിൽ. ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദത്തിന്റെ പ്രഭാവത്തിൽ ഇന്നു മുതൽ സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത. ISL ഫുട്ബോളിൽ ഇന്ന് ഒഡീഷ FD ഹൈദരാബാദ് FCയെ നേരിടും. വാർത്തകൾ വിശദമായി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാവുന്ന സമയം വൈകിട്ട് 3-ന് അവസാനിക്കും. സ്ഥാനാർത്ഥി, നിർദ്ദേശകൻ, തെരഞ്ഞെടുപ്പ് ഏജന്റ് എന്നിവർക്കാണ് പത്രിക പിൻവലിക്കാൻ നോട്ടീസ് നൽകുന്നതിന് അധികാരം. സംസ്ഥാനത്ത് ആകെ 1,69,000-ഓളം പേരാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. സൂക്ഷ്മ പരിശോധനയിൽ 2,867 പേരുടെ പത്രിക തള്ളി. സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നം സംബന്ധിച്ച നടപടികളും ഇന്ന് പൂർത്തിയാകും. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ മത്സരചിത്രം തെളിയുന്നതോടെ നാളെ മുതൽ പരസ്യപ്രചാരണം ഔപചാരികമായി ആരംഭിക്കും. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ പ്രചാരണം കൂടുതലായും സാമൂഹ്യ മാധ്യമങ്ങൾ വഴിയാണ്. റോഡ് ഷോയ്ക്ക് പരമാവധി 3 വാഹനമാണ് അനുവദിച്ചിട്ടുള്ളത്. അതേസമയം ഭവന സന്ദർശനങ്ങളും കുടുംബയോഗങ്ങളും സജീവമാണ്. വീടുകളിൽ സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെ 5 പേർ മാത്രമേ പ്രവേശിക്കാൻ പാടുള്ളൂ. അടുത്ത മാസം 8-നാണ് ഒന്നാം ഘട്ട വോട്ടെടുപ്പ്. രണ്ടാം ഘട്ടം 10-നും മൂന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് 14-നും നടക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോവിഡ് രോഗികൾക്കും രോഗനിരീക്ഷണത്തിൽ കഴിയുന്നവർക്കും വീട്ടിൽ വോട്ട് ചെയ്യാൻ അവസരമൊരുക്കും. തെരഞ്ഞെടുപ്പിന്റെ തലേന്ന് വൈകിട്ട് 3 വരെ ആരോഗ്യവകുപ്പ് നൽകുന്ന പട്ടികയിൽ ഉൾപ്പെട്ടവർക്കാണ് വോട്ട് ചെയ്യാൻ അവസരം നൽകുന്നത്. ഇതിനായി ആരോഗ്യവകുപ്പിന്റെ സഹായത്തോടെ സ്പെഷ്യൽ പോളിംഗ് ഓഫീസർമാരെ നിയോഗിക്കുമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അറിയിച്ചു. ആരോഗ്യവകുപ്പ് പട്ടിക നൽകിയ ശേഷം കോവിഡ് സ്ഥിരീകരിക്കുന്നവർക്ക് PPE കിറ്റ് ധരിച്ച് പോളിംഗ് സ്റ്റേഷനിലെത്തി അവസാന 1 മണിക്കൂറിൽ വോട്ട് രേഖപ്പെടുത്താനും അവസരം നൽകുമെന്നും അറിയിപ്പിൽ പറയുന്നു. കൊച്ചി മംഗളൂരു ഗെയിൽ പൈപ്പ് ലൈൻ വഴി മംഗളൂരുവിലേക്ക് പ്രകൃതിവാതകം കടത്തിവിട്ടു തുടങ്ങി. മാംഗ്ലൂർ കെമിക്കൽസ് ആന്റ് ഫെർട്ടിലൈസേഴ്സിനാണ് ആദ്യമായി പ്രകൃതിവാതകം നൽകി തുടങ്ങിയത്. ഇതോടെ ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി സാങ്കേതികമായി പ്രവർത്തനം ആരംഭിച്ചു. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടങ്ങൾ നീങ്ങുന്ന മുറയ്ക്ക് അടുത്ത മാസം പദ്ധതിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം നടക്കും. സംസ്ഥാനത്ത് പൈപ്പ് ലൈൻ കടന്നുപോകുന്ന സ്ഥലങ്ങളിലെ വീടുകൾക്കും വ്യവസായശാലകൾക്കും സ്ഥാപനങ്ങൾക്കും കുറഞ്ഞ ചെലവിൽ ഇന്ധനം ലഭിക്കും. നഗരങ്ങളിൽ പൈപ്പ് ലൈൻ വഴി പാചകവാതകം എത്തിക്കുന്ന സിറ്റി ഗ്യാസ് പദ്ധതിക്കും ഇതോടെ തുടക്കമാകും. കേരളം ഉൾപ്പെടെ 13 സംസ്ഥാനങ്ങളിൽ നെല്ല് സംഭരണം ഊർജിതമായി തുടരുകയാണെന്ന് ഭക്ഷ്യ ഉപഭോക്തൃകാര്യ മന്ത്രാലയം അറിയിച്ചു. ഇതുവരെ 297 ലക്ഷം ടൺ നെല്ല് സംഭരിച്ചു കഴിഞ്ഞു. മുൻ വർഷത്തെ അപേക്ഷിച്ച് 17.73% കൂടുതൽ നെല്ല് ഇതുവരെ സംഭരിച്ചു കഴിഞ്ഞു. കർഷകർക്ക് 56,168 കോടി രൂപ നെല്ലിന്റെ വിലയായി ലഭിക്കും. സംസ്ഥാനത്തെ പോലീസ് നിയമ ഭേദഗതി സംബന്ധിച്ച ക്രിയാത്മകമായ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംസ്ഥാന സർക്കാർ പരിഗണിക്കുമെന്ന് CPIM നേതൃത്വം അറിയിച്ചു. നിയമ ഭേദഗതി അഭിപ്രായ സ്വാതന്ത്ര്യത്തിനോ നിഷ്പക്ഷ മാധ്യമ പ്രവർത്തനത്തിനോ എതിരെ ഒരു തരത്തിലും ഉപയോഗപ്പെടുത്തില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉറപ്പു നൽകിയിരുന്നു. മൌലികാവകാശവും മാധ്യമ സ്വാതന്ത്ര്യവും അഭിപ്രായ സ്വാതന്ത്ര്യവും അപകടത്തിലാക്കുന്ന പോലീസ് നിയമ ഭേദഗതി നടപ്പാക്കാൻ പാടില്ലെന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. ഇതിനെതിരെ ശക്തമായ നിയമ പോരാട്ടവും ജനങ്ങളെ സംഘടിപ്പിച്ച് രാഷ്ട്രീയ പോരാട്ടവും നടത്തുമെന്ന് അദ്ദേഹം വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. പോലീസ് നിയമ ഭേദഗതിക്കെതിരെ BJP ഹൈക്കോടതിയെ സമീപിക്കുന്നു. പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രനാണ് ഹൈക്കോടതിയിൽ ഹർജി നൽകുക. ഭേദഗതി പൌരാവകാശത്തിനുമേലുള്ള കടന്നുകയറ്റമാണെന്ന് ഹർജിയിൽ പറയുന്നു. പോലീസ് നിയമ ഭേദഗതിക്കെതിരെ ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തതായി RSP സംസ്ഥാന സെക്രട്ടറി AA അസീസും NK പ്രേമചന്ദ്രൻ MPയും കൊല്ലത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഓർഡിനൻസ് ഭരണഘടനാ വിരുദ്ധമാണെന്ന് NK പ്രേമചന്ദ്രൻ പറഞ്ഞു. കോടതിയിൽ സമർപ്പിച്ച അസൽ റിട്ട് ഹർജി നാളെ വിചാരണയ്ക്കെടുക്കും. സ്വർണ്ണക്കടത്ത് കേസിൽ M. ശിവശങ്കറിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് ഹൈക്കോടതി അടുത്ത മാസം 2-ലേക്ക് മാറ്റി. കേസിൽ ഹൈക്കോടതി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നിലപാടും തേടിയിട്ടുണ്ട്. സ്വർണ്ണക്കടത്ത് കേസിൽ റിമാൻഡിലുള്ള സ്വപ്ന സുരേഷിന്റെ ശബ്ദരേഖ ചോർന്ന സംഭവത്തിൽ ക്രൈംബ്രാഞ്ച് പ്രത്യേക സംഘത്തിന്റെ അന്വേഷണം ഇന്ന് തുടങ്ങും. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെതിരെ വ്യാജ പ്രചാരണം നടത്തുന്നുവെന്ന പരാതിയിലാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തുക. ബാർക്കോഴ ഇടപാടിൽ പുതിയ വെളിപ്പെടുത്തലുകളുമായി ബാർ ഉടമ ബിജു രമേശ് വീണ്ടും രംഗത്തെത്തി. മുൻ മന്ത്രി KM മാണി മുഖ്യമന്ത്രി പിണറായി വിജയനെ നേരിട്ട് കണ്ട ശേഷം അന്വേഷണം നിലച്ചുവെന്ന് ബിജു രമേശ് വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. രഹസ്യമൊഴി നൽകരുതെന്ന് ആഭ്യന്തരമന്ത്രിയായിരുന്ന സമയത്ത് രമേശ് ചെന്നിത്തലയും ഭാര്യയും ഫോണിൽ വിളിച്ച് അഭ്യർത്ഥിച്ചുവെന്നും ബിജു രമേശ് പറഞ്ഞു. കേസ് ഒത്തുതീർപ്പാക്കാനാണ് രാഷ്ട്രീയക്കാർക്ക് താൽപര്യമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
കൊറോണ ആശങ്കയല്ല ജാഗ്രതയാണ് വേണ്ടത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ. ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക. ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക. നിർബന്ധമായും മാസ്ക് ധരിക്കുക. പനിയോ ചുമയോ ശ്വാസതടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075ലും ദിശയുടെ 1056ലും ബന്ധപ്പെടാം. രാജ്യത്തെ കോവിഡ് പ്രതിരോധം, വാക്സിൻ വിതരണം തുടങ്ങിയവയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യമന്ത്രിമാരുടെ യോഗം വിളിച്ചു. നാളെ രാവിലെ 10-ന് വീഡിയോ കോൺഫറൻസിംഗ് വഴിയാണ് യോഗം. കോവിഡ് വ്യാപനം രൂക്ഷമായ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ സ്ഥിതി പ്രധാനമന്ത്രി വിലയിരുത്തും. രാജ്യത്ത് കോവിഡ് വ്യാപനത്തിന്റെ പ്രതിദിന കണക്ക് 50,000-നടുത്തേക്ക് താഴ്ന്നെങ്കിലും ചില സംസ്ഥാനങ്ങളിൽ വീണ്ടും രോഗപകർച്ച ഉണ്ടായതായാണ് സൂചന. ഇതേ തുടർന്ന് ഗുജറാത്ത് ഉൾപ്പെടെ ഏതാനും സംസ്ഥാനങ്ങളിൽ നിരോധനാജ്ഞ ഏർപ്പെടുത്തിയിട്ടുണ്ട്. സംസ്ഥാനത്ത് കോവിഡ് സ്ഥിരീകരണ നിരക്ക് 10.94% താഴ്ന്നു. 48,115 സാമ്പിളുകൾ പരിശോധന നടത്തിയപ്പോൾ 52,054 പേർക്ക് കൂടി രോഗം കണ്ടെത്തി. 53 ആരോഗ്യ പ്രവർത്തകർക്ക് ഉൾപ്പെടെ 4,445 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ. കഴിഞ്ഞ 24 മണിക്കൂറിൽ 6,227 പേർ കോവിഡ് രോഗമുക്തി നേടി. ഇനി 68,856 പേരാണ് ചികിത്സയിലുള്ളത്. മനുഷ്യരാശിയുടെ ജീവിതശൈലിയെ പുനഃക്രമീകരിക്കുന്നതിൽ കോവിഡ് നല്ലൊരു പങ്ക് വഹിച്ചതായി കാണാം. മനുഷ്യർ ഭിന്നതകൾ മറന്ന് പൊതുശത്രുവിനെ നേരിടുന്ന കാഴ്ചയാണ് ഇന്നുള്ളതെന്നും സാഹിത്യകാരനായ ഡോക്ടർ എഴുമറ്റൂർ രാജരാജവർമ്മ ആകാശവാണി വാർത്തകളോട് പറഞ്ഞു. ആഡംബരങ്ങൾ ഒഴിവാക്കാനും ചെലവുകൾ ചുരുക്കാനും പഠിച്ചു. മണ്ണിലേക്ക് മടങ്ങാനും നാടൻ കൃഷികളോട് ആഭിമുഖ്യം പുലർത്താനും സാധിച്ചിരിക്കുന്നു. ഒന്നിനും സമയമില്ല എന്ന് പറഞ്ഞിരുന്നവർ സമയം പോകുന്നില്ല എന്ന് പറയുന്നവരായി. പ്രകൃതി കുറച്ചുകൂടി പുഷ്ടി പ്രാപിച്ചിരിക്കുന്നു. വൃക്ഷ ലതാദികൾക്കും പക്ഷി മൃഗാദികൾക്കും സ്വാതന്ത്ര്യം ലഭിച്ചു. വായിക്കാനും എഴുതാനും സമയം ഏറെയുണ്ട്. വ്യവസായ രംഗങ്ങളിലുണ്ടായ പ്രവർത്തന മാന്ദ്യം സാമ്പത്തിക രംഗത്തിനുണ്ടാക്കുന്ന ശോഷണമാണ് മുഖ്യ ദോഷമായി ഞാൻ കാണുന്നത്. കാർഷിക രംഗം മാത്രമേ കൂടുതൽ കർമ്മനിരതമായിട്ടുള്ളൂ. ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും ഒരുമിച്ച് കാണാനും യാത്ര ചെയ്യാനും മറ്റുമുള്ള അവസരങ്ങൾ നഷ്ടപ്പെട്ടത് സങ്കടകരമാണ്. അടുത്ത മാസത്തോടെ കൂടുതൽ ട്രെയിനുകൾ ഓടിത്തുടങ്ങുമ്പോൾ കോവിഡ് മാനദണ്ഡങ്ങളുടെ പാലനം ഉറപ്പാക്കുന്നതിന് കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ മതിയായ സൌകര്യങ്ങൾ സജ്ജമാക്കും. ഇവിടെ കൂടുതൽ റിസർവേഷൻ കൌണ്ടറുകൾ ആരംഭിക്കും. നിർമ്മാണം നിലച്ച എസ്കലേറ്റർ വൈകാതെ പ്രവർത്തനക്ഷമമാക്കണമെന്നും റെയിൽവേ സ്റ്റേഷൻ സന്ദർശിച്ച ഡിവിഷണൽ റെയിൽവേ മാനേജർ ആർ മുകുന്ദ് നിർദ്ദേശിച്ചു. ശബരിമല തീർത്ഥാടകർക്ക് കോട്ടയം ജില്ലയിലെ ഇടത്താവളങ്ങളിൽ ചികിത്സാ സേവനം ലഭ്യമാക്കാൻ ക്രമീകരണം ഏർപ്പെടുത്തി. സമീപത്തെ സർക്കാർ ആശുപത്രികളുമായി ബന്ധിപ്പിച്ചാണ് ക്രമീകരണം. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പറുകൾ ഇടത്താവളങ്ങളിൽ പ്രദർശിപ്പിക്കുമെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. കോവിഡ് മഹാമാരിയും തൊഴിലിടങ്ങളിലെ പെരുമാറ്റച്ചട്ടവും എന്ന വിഷയത്തിൽ കേന്ദ്ര വാർത്താ പ്രക്ഷേപണ മന്ത്രാലയത്തിന്റെ റീജിയണൽ ഔട്ട്റീച്ച് ബ്യൂറോ ശില്പശാല സംഘടിപ്പിക്കുന്നു. നാളെ വൈകിട്ട് 6:30 നടക്കുന്ന ഓൺലൈൻ പരിപാടിയിൽ കോവിഡ് സംസ്ഥാന നോഡൽ ഓഫീസർ ഡോക്ടർ അമർ ഫെറ്റിൽ മുഖ്യപ്രഭാഷണം നടത്തും. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം ചുഴലിക്കാറ്റായി രൂപം കൊള്ളുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വിഭാഗം മുന്നറിയിപ്പ് നൽകി. ഇന്നു മുതൽ 25 വരെ സംസ്ഥാനത്ത് ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട്. കേരള തീരത്ത് ഇന്ന് മീൻപിടുത്തത്തിന് തടസ്സമില്ലെങ്കിലും ബുധനാഴ്ച കടലിൽ പോകരുതെന്നാണ് മുന്നറിയിപ്പ്. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ ഇന്ന് ഒഡീഷ എഫ് സി ഹൈദരാബാദ് എഫ് സിയെ നേരിടും. വൈകിട്ട് 7:30-ക്കാണ് മത്സരം. ഗോവയിൽ ഇന്നലെ ബംഗളൂരു എഫ് സി ഗോവ എഫ് സി മത്സരം സമനിലയിൽ പിരിഞ്ഞു. ഇരു ടീമുകളും 2 ഗോൾ വീതം അടിച്ചു. കോട്ടയം ജില്ലയിലെ വാഴൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിന് ദേശീയ ഗുണമേന്മ പരിശോധനയിൽ അംഗീകാരം. ഏറ്റവും ഗുണമേന്മയുള്ള ആരോഗ്യ പരിപാലനം ഉറപ്പുവരുത്തിയതിനാണ് നാഷണൽ ക്വാളിറ്റി അഷ്വറൻസ് സ്റ്റാൻഡേർഡിന്റെ വിലയിരുത്തലിൽ ദേശീയ അംഗീകാരം ലഭിച്ചത്. ഓഹരി വിപണികളിൽ നേട്ടത്തോടെ തുടക്കം. മുംബൈ ഓഹരി സൂചിക സെൻസെക്സ് 350 പോയിന്റ് നേട്ടത്തിൽ 44,232-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 95 പോയിന്റ് ഉയർന്ന് 12,954-ലുമാണ് വ്യാപാരം ആരംഭിച്ചത്. സ്വർണ്ണവിലയിൽ മാറ്റമില്ല. പവന് 37,680 രൂപയും ഗ്രാമിന് 4,710 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പത്രിക പിൻവലിക്കാനുള്ള സമയം ഇന്ന് അവസാനിക്കും. നാളെ മുതൽ പരസ്യപ്രചാരണം. ഗെയിൽ പൈപ്പ് വഴി മംഗളൂരുവിലേക്ക് പ്രകൃതിവാതകം കടത്തിവിട്ടു തുടങ്ങി. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യാൻ പ്രധാനമന്ത്രി നാളെ മുഖ്യമന്ത്രിമാരുടെ യോഗം വിളിക്കും. സംസ്ഥാനത്ത് കോവിഡ് സ്ഥിരീകരണ നിരക്ക് 10.94% താഴ്ന്നു. 68,856 പേർ ചികിത്സയിൽ. ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദത്തിന്റെ പ്രഭാവത്തിൽ ഇന്നു മുതൽ സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത. ISL ഫുട്ബോളിൽ ഇന്ന് ഒഡീഷ എഫ് സി ഹൈദരാബാദ് എഫ് സിയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. ഞങ്ങളുടെ വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്.
കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AARnews_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കുക. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.